ഷഹ്റുല്ലാഹിൽ മുഹറം, അങ്ങനെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം മാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വിമോചന യാത്ര നടത്തുന്ന മുഴുവൻ സംഘത്തിനുമുള്ള അള്ളാഹുവിൻ്റെ ഹെത്തിലും പരത്തിലുമുള്ള വിജയ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ മുഹറം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്. മുഹറം മാസത്തിൽ സ്വേച്ഛാധിപതിയായ ഫിർഔനെതിരെ വിമോചന പോരാട്ടം നടത്തിയ ആ മനുഷ്യർ ആ ചെങ്കടൽ കടന്നുകൊണ്ട് വിമോചിതരായ സന്ദർഭത്തെക്കുറിച്ച്, അവർ ചെങ്കടലിനും ഫിർഔനും മധ്യേ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകനോട് അനുചരന്മാർ പ്രയാസം സന്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പിന്നാലെ മുസറക്കൂൻ, നമ്മൾ ഇവിടുന്ന് പ്രയാസപ്പെടും, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ആ പ്രവാചകൻ അവരെ നോക്കി പറയുന്നുണ്ട്, കല്ല, അങ്ങനെയല്ല, ഇന്ന മായ റബ്ബി സയഹദി, നമ്മുടെ നാഥൻ വഴി കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. തദ്ദൈവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും യാത്ര ചെയ്തിരിക്കുന്നുണ്ട്. ഹിജ്റ വേളയിൽ മക്ക എന്ന സ്വദേശം വെടിഞ്ഞ് മദീനയിലേക്കുള്ള വിമോചന യാത്രയിൽ സൗർ ഗുഹാമുഖത്ത് ശത്രുവിൻ്റെ മുന്നിൽ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ശത്രുക്കളുടെ കാൽകളിലൂടെ ഗുഹാമുഖത്തേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിടിക്കപ്പെടുമെന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്ദേഹം റസൂലിനോട് പങ്കുവെക്കുന്നുണ്ട്. റസൂലിനെ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് പറയുന്ന സന്ദർഭത്തിൽ റസൂൽ സിദ്ദീഖുൽ അക്ബർ നൽകുന്ന മറുപടി, മാ ലന്നുക യാ അബൂബക്കർ, ഇതിനാണ് അബൂബക്കറെ താങ്കൾ വിഷമിക്കുന്നത്, വല്ലാഹു സാലിസഹുമാ, നമുക്ക് രണ്ടുപേർക്കുമല്ലാതെ നമ്മുടെ കൂടെ മൂന്നാമനായിക്കൊണ്ട് അള്ളാഹു ഉണ്ടല്ലോ എന്നുള്ള വലിയ വിജയ വാഗ്ദാനം നൽകുന്നു. ഏതൊരു ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മുഹറമിൻ്റെ സന്ദേശം അങ്ങനെ തന്നെയാണ്. കർബലയിലേക്ക് യാത്ര തിരിച്ച ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു ഷഹാദത്തിൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ട് അള്ളാഹു സ്വീകരിച്ച സന്ദർഭം. അല്ലെങ്കിൽ വിശ്വാസികളുടെ ഏറ്റവും പുണ്യകരമായ ഗേഹമായിട്ടുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നടത്തിയ യാത്രയിലും ആ യാത്ര പോലും അവസാനിക്കുന്നത് മുഹറമിൻ്റെ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ വലിയ വിജയം നൽകിക്കൊണ്ട് ആ വിമോചന യാത്ര അവസാനിപ്പിക്കുന്നുണ്ട്. മുഹറം എന്ന് പറയുന്നത് വിമോചന യാത്രകൾക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന സന്ദർഭമാണ്. ഗസയിലും നമുക്ക് ചുറ്റും ആ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും വിജയിക്കുമെന്നും ഈ ലോകത്തും പാരത്രിക ലോകത്തും വിജയം സുനിശ്ചിതമായി നേടുമെന്നുള്ള വാഗ്ദാനമാണ് മുഹറം നമ്മോട് പറയുന്ന വർത്തമാനം.